നമുക്കെന്തുണ്ടായാലും നമ്മളൊരു അഹങ്കാരിയാകാതിരിക്കുക. നമ്മൾ കരുണയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ എന്ന് നമ്മൾ പെരുമാറുന്നോ നമ്മുടെ ഉയർച്ച എപ്പോഴും. രാത്രി 12 മണിക്കാണ് ഞാൻ തെളിഞ്ഞെങ്കിൽ എൻ്റെ റൂം തുറന്ന മാതാവ് അകത്ത് കയറും. മോൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും വൈഫെല്ലാം ഭക്ഷണം എടുത്ത് തന്നിരിക്കും. പക്ഷെ എന്നാലും മാതാവ് ഉറങ്ങാതെ ഇരിക്കുക. അതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ കോളേജ് തുടങ്ങുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ അണ്ടർ വേണമെന്ന് പറഞ്ഞ മാതിരി ഒരു അമ്മയുടെ ഒരു അണ്ടറിലാണ് അവൻ്റെ ലൈഫ് പോകുന്നതെന്ന് ആ വിദ്യാർത്ഥി തീരുമാനിച്ച തീർച്ചയായിട്ടും അവൻ വഴി തെറ്റില്ല. അവനെ വഴി തെറ്റിക്കാൻ ആരും തുനിയില്ല. അപ്പോഴും അവൻ ഓർക്കണം എൻ്റെ അമ്മ. എല്ലാവരോടും, സാധാരണക്കാരോടും, ഏറ്റവും താഴെയുള്ളവരോടും, ഏറ്റവും വലിയ സമ്പന്നരോടും ഒക്കെ ഒരുപോലെ പെരുമാറാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മയും ഒപ്പം എൻ്റെ സഹോദരനായ KM പ്രദീപ്. എൻ്റെ ഫോണിൽ ഇപ്പോഴും ആ ഫോണ് ഞാൻ വിളിക്കുമ്പോൾ നോക്കിയാൽ അറിയാം, ഉമ്മയുടെ കൂടെ ഓണത്തിന് തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ആ ഫോട്ടോയാണ് ഇന്നും ഇട്ടേക്കണേ. എൻ്റെ ഭാര്യയുടെ മക്കളുടെ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നും അതെടുക്കുമ്പോഴാണ് ഇന്നത്തെ കുട്ടികൾ പഴയ കുട്ടികളല്ല. ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. അവർക്ക് വേണ്ട സ്നേഹവും അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാക്കുമ്പോഴാണ് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. ക്ലാസ് മുറികളിൽ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ ബെഞ്ചിലും ഡെസ്കിലും ഇരിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആ വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്നു, മോനെ നീ ഡോക്ടറാവണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഡോക്ടറാകാൻ ആ കുട്ടി പോകാൻ പാടില്ല. മലയാളി സക്സസ് സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സക്സസ് സ്റ്റോറി ശരിക്കും സംസാരിക്കുന്നത് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ തൻ്റേതായ മുഖമുദ്ര പതിപ്പിച്ചിട്ടുള്ള അൽ-അസ്ഹർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയിട്ടുള്ള മൂസ സാറാണ്. സർ നമസ്കാരം. അൽ-അസ്ഹർ എന്ന് പറയുന്നത് ശരിക്കും പടർന്നു പന്തലിച്ചു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും എല്ലാമായിട്ട്. ശരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 2002-ലാണ് 2003-ലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എഡ്യൂക്കേഷൻ, അതിന് മുൻപ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ 94-ൽ ഞങ്ങൾ എഡ്യൂക്കേഷൻ രംഗത്തേക്ക് കടന്നു വന്നു. ആക്ച്വലി ഞങ്ങൾ ഒരു പലചരക്ക് വ്യാപാരിയായിരുന്നു. എൻ്റെ ഫാദർ അവർ പലചരക്ക് കടയിൽ നിന്നാണ് ഒരു വിദ്യാഭ്യാസ രംഗത്തേക്ക് വന്നത്. അപ്പോൾ ഒരു പലചരക്ക് കടയിൽ നിന്ന് വരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് എൻ്റെ വാപ്പ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഞാനും ബ്രദറും ഉണ്ടായിരുന്നുള്ളൂ. ഫാദർ രോഗിയായിരുന്നു, ആസ്മ രോഗിയായിരുന്നു, 56 വയസ്സിൽ മരിച്ചുപോയി. അപ്പം ഞങ്ങൾക്ക് ആ ബിസിനസ് ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ആ ബിസിനസ്സിൽ തുടരുന്ന സമയത്താണ് ഞങ്ങളൊരു ഓർഫനേജ് 89-ൽ തുടങ്ങി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്. അങ്ങനെ 5 അനാഥ കുട്ടികളെ 5 വീടുകളിലായി നിർത്തി അവിടെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. ആ ട്രസ്റ്റിൻ്റെ പേര് ഹിമായത്തുൽ മുസ്ലിമീൻ ട്രസ്റ്റാണ്. അതിൽ ഇപ്പോൾ നമ്മുടെ അവിടെ അതിൻ്റെ അണ്ടറിൽ 5 കോളേജുകളുണ്ട്. അതിൻ്റെ അണ്ടറിൽ 5 കോളേജുകളാണ്. ആ BEd കോളേജ്, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹയർ സെക്കൻഡറി സ്കൂള്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഓർഫനേജ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നാണ് ഈ ഓർഫനേജിലെ കുട്ടികൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാമെന്ന് കരുതിയാണ് 94-ൽ ഒരു BEd കോളേജിന് അപ്ലൈ ചെയ്യുകയും മഹാത്മാഗാന്ധി സർവകലാശാലയിൽ 6 കോളേജുകൾ അനുവദിച്ചപ്പോൾ ഒരെണ്ണം HM ട്രെയിനിങ് കോളേജിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടന്നത്. ആ വർഷം തന്നെ ഈ കോളേജ് ലഭിച്ചതിന് ശേഷം ഞങ്ങൾ മൂവാറ്റുപുഴയിലുള്ള 70ഓളം വരുന്ന അംഗങ്ങളെ ചേർത്തുകൊണ്ട് ഇലാഹിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ള നിലയിൽ ഒരു ഇലാഹിയ ട്രസ്റ്റിന് രൂപം കൊടുത്ത് അതിൽ 70 പേര് കൂടി ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്രോഗ്രാമിൽ പോയി. ഇന്ന് അതിൽ 9ഓളം കോളേജുകളുണ്ട്. അവിടെയും ഏതാണ്ട് ഒരു 4000-5000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ടോട്ടൽ. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് എൻ്റെ ബ്രദറാണ് എൻ്റെ ചെയർമാൻ. ഞങ്ങളെല്ലാവരും കൂടി നടത്തുകയാണ്. അങ്ങനെയാണ് അവിടെ നിന്നാണ് പിന്നെ 2002-ൽ ഈ തൊടുപുഴയിൽ ഇടുക്കി ജില്ലയിലെ ഒരു അവികസിതമായൊരു പ്രദേശമാണ് ഈ പെരുമ്പിളിച്ചിറ. അപ്പോൾ ഇടുക്കി ജില്ലയിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരു
സ്ഥലമാണെന്ന് കരുതിയാണ് ഞങ്ങൾ ഇവിടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആദ്യമായി ഒരു വാടക കെട്ടിടത്തിലാണ് 2003 83 കുട്ടികളുമായി ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. 5 PG കോഴ്സ് UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായിട്ടാണ് അന്ന് 2002-03 സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ആ വാടക കെട്ടിടത്തിൽ നിന്ന് ഈ അവികസിതമായ ഈ പ്രദേശത്തെ പെരുമ്പിളിച്ചിറയിൽ ഒരു ചെറിയ സ്ഥലത്ത് 4 ഏക്കറോളം സ്ഥലത്ത് സ്ഥലം വാങ്ങി വീണ്ടും ആ കോളേജ് ഇങ്ങോട്ട് മാറ്റുകയും 2004 തന്നെ ഒരു സ്കൂള് ആരംഭിക്കുകയും 2003 ആരംഭിച്ചു. 2004 BEd കോളേജ് ആരംഭിച്ചു. ആ വർഷം തന്നെ TTC ആരംഭിച്ചു, ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണ് അതിനുശേഷമാണ് ആരോഗ്യരംഗത്തേക്ക് കിടക്കാം എന്നുള്ളൊരു പ്ലാൻ ട്രസ്റ്റിന് തോന്നിയത്. അങ്ങനെ ഇത് നൂറുൽ ഇസ്ലാം ട്രസ്റ്റിൻ്റെ കീഴിലാണ് അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോയി. 2006 ഒരു ഡെൻ്റൽ കോളേജിന് അപ്ലൈ ചെയ്തു. അങ്ങനെ ഡെൻ്റൽ കോളേജ് ലഭിച്ചു. അന്ന് ആദ്യം 50 സീറ്റായിരുന്നു. ഇപ്പം 100 സീറ്റോട് കൂടി 6 പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകളോടുകൂടി ഇപ്പോൾ ഭംഗിയായി നടന്നു വരികയാണ് ഈ ക്യാമ്പസിൽ. അങ്ങനെ അതിനുശേഷം 2007 പാരാമെഡിക്കൽ കോഴ്സുകളായ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പോലുള്ള കോഴ്സുകൾ ആരംഭിച്ചു. പിന്നെ 2010 എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി. 2011 പോളിടെക്നിക് കോളേജ് തുടങ്ങി. 2013 ലോ കോളേജ് തുടങ്ങി. 2014 മെഡിക്കൽ കോളേജ് തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ച് നഴ്സിംഗ് കോളേജ്, BSc നഴ്സിംഗ് കോളേജ്, ജനറൽ നഴ്സിംഗ് കോളേജ്, ഒപ്പം നമ്മൾ 2010 തന്നെ ഫാർമസി കോളേജ് തുടങ്ങി. 2013 ലോ കോളേജ് തുടങ്ങി. 2003 തന്നെ സ്കൂള് തുടങ്ങി. അങ്ങനെ ഈ ക്യാമ്പസിലിപ്പോൾ 12ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ക്യാമ്പസിലും അടുത്ത് മെഡിക്കൽ കോളേജും നഴ്സിംഗ് കോളേജുമായി 15ഓളം സ്ഥാപനങ്ങൾ 7500 കുട്ടികളോടുകൂടി കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ ഡെൻ്റൽ കോളേജുകളടക്കം വളരെ ഭംഗിയായ നിലയിൽ നടന്നു വരികയാണ്. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഈ നടന്നു വരുന്ന സമയത്ത് തന്നെ നമ്മുടെ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഉയരണം എന്നുള്ള ആഗ്രഹം അതിൻ്റെ സംഘാടകർക്കുള്ളത് കൊണ്ട് ഞങ്ങൾ വിദേശത്ത് ഖത്തറിൽ 2 സ്കൂള്, ഒരു സ്കൂൾ ആദ്യം തുടങ്ങി. അതിൻ്റെ പേര് ബ്രില്യൻ്റ് ഇന്ത്യൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ്. അടുത്തത് സ്കോളേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂൾ എന്നാണ്. അത് നമ്മൾ ടേക്ക് ഓവർ ചെയ്ത് ഇപ്പോൾ ആ 2 സ്കൂളും ഇപ്പോൾ ഖത്തറിൽ നടന്നു വരികയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വിദ്യാഭ്യാസ രംഗത്ത് ടോട്ടലി ഞങ്ങൾ ഒരു 40 വർഷം ഈ ബിസിനസ് രംഗത്തു നിന്ന് മാറിക്കൊണ്ട് 40 വർഷമായി ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ തുടങ്ങി എന്ന് ചോദിക്കുമ്പം പലചരക്കിൽ നിന്ന് നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് വരെ എത്തി. ഓക്കെ, എങ്ങനെയാണ്? കാരണം നമ്മൾ സാധാരണ പറയാറുണ്ട് നമ്മളുടെ ഫാദർ ഒരു ബിസിനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതേ ബിസിനസ്സിനെ ഫോളോ ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ജനറേഷൻ വരുന്നത്. ഇപ്പോൾ പോലീസുകാരനാണെങ്കിൽ മകൻ പോലീസുകാരൻ, കളക്ടർ ആണെങ്കിൽ കളക്ടർ, ബിസിനസ്സുകാരനാണെങ്കിൽ ബിസിനസ്, അതിൽ തന്നെ ഇപ്പം ജ്വല്ലറി ബിസിനസ് ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയായിരിക്കും. അപ്പം ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളൊരു ഓർഫനേജ് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അവർക്ക് അവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്നൊക്കെ. എന്നിരുന്നാലും അതിനൊരു ധൈര്യം വേണമല്ലോ. കാരണം പലചരക്ക് പോലത്തെ ഒരു ബിസിനസ്സിൽ നിന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പം അങ്ങനെയുള്ളൊരു മേഖലയിലോട്ട് വരുന്ന സമയത്ത് നമുക്കതിനൊരു എക്സ്പീരിയൻസ് ഇല്ല, നമുക്ക് കണ്ടുപഠിക്കാനായിട്ടൊന്നുമില്ല. ശരിക്കും ഒരു ഫ്രഷർ തന്നെയാണ്. എങ്ങനെയാണ് ആ ഒരു ധൈര്യം? ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ SSLCക്ക് എനിക്ക് 240 മാർക്കാണ് കിട്ടിയത്. ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ട് തലയ്ക്ക് മുകളിലാണ് നിർമ്മല കോളേജ്. അവിടെ പോയി 2-3 പ്രാവശ്യം എൻ്റെ ഏറ്റവും അടുത്ത പ്രൊഫസർ കുര്യൻ സാറുമായിട്ട് ഞാൻ പോകും അഡ്മിഷന് വേണ്ടിയിട്ട്. എനിക്കൊന്നും ഒരു അഡ്മിഷൻ ലഭിച്ചില്ല. ആദ്യത്തെ പ്രാവശ്യം ഇവിടെ തരൂല്ല, കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസ്ഥാനത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെട്ടെന്ന് അനുവദിച്ചൽപ്പെട്ട ഒരു കോളേജാണ് ശങ്കര വിദ്യാപീഠം കോളേജ്. കാലടിയില്ല, ഐരാപുരത്ത് ശങ്കര കോളേജിലാണ് ഞാൻ പഠിച്ചത് പ്രീ ഡിഗ്രിക്ക്. അപ്പം ഞാൻ ഓർത്തു, ഈ രാജ്യത്ത് വിദ്യാഭ്യാസം സാർവത്രികമാണെങ്കിൽ എനിക്കൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള നിർമ്മല കോളേജിലൊക്കെ കിട്ടുമായിരുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത കോളേജിൽ കിട്ടുമായിരുന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടക്കുന്നത് നല്ല ഒരു കാൽവയ്പ്പാണ് എന്ന് കരുതിക്കൊണ്ട് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴാണ്
ഈ ബിസിനസ് രംഗത്തു നിന്ന് ഈ ഇതിലേക്ക് വന്നു. എഡ്യൂക്കേഷൻ സെക്ടർ. അങ്ങനെ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുറ്റത്ത് ചെന്ന് നിന്ന് ഒരു കോളേജിന് അനുവദിക്കണം, ആരെ കാണണം എന്ന് നോക്കിയപ്പോൾ 2-3 ബോർഡുണ്ട്: വൈസ് ചാൻസലർ, രജിസ്ട്രാർ, പ്രോ വൈസ് ചാൻസലർ. ആദ്യം വൈസ് ചാൻസലറുടെ അടുത്ത് കയറാൻ ചെന്നപ്പോൾ അവിടുത്തെ ഡ്യൂട്ടിയിലുള്ള ആൾ പറഞ്ഞു, ഇവിടെയല്ല നിങ്ങൾ കാണേണ്ടത്, നിങ്ങൾ തൊട്ട് PVC കണ്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സർവകലാശാലയുടെ ഈ 3-ൽ ആരെങ്കിലും ഒരാളെ സൈൻ വെച്ചാലാണ് ആപ്ലിക്കേഷൻ ഫോർ സ്റ്റാർട്ടിങ് ന്യൂ കോളേജിന് ഫോം തരുള്ളൂ. അന്നത്തെ സ്ഥിതി അതാണ്. ഇന്ന് നെറ്റും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അങ്ങനെ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ പ്രോ വൈസ് ചാൻസലറെ കണ്ട് ആദ്യമായിട്ടാണ് BEd കോളേജിനൊരു അപേക്ഷ വാങ്ങിച്ചതും കൊടുത്തതും വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നതും. നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അന്നില്ലാത്ത ആ വിഷമം എല്ലാം മാറാൻ ഈ സമീപ പ്രദേശത്തിൽ 45ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ അണ്ടറിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പാവപ്പെട്ട ഓട്ടോറിക്ഷക്കാരനും ചുമട്ടുകാരനും ആയ ആളുകളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരമായി. ഈ ഡോറ് തുറന്ന് ആർക്കും കയറി വരാറായി. അന്നത്തെ സാഹചര്യത്തിൽ അതൊന്നും പറ്റില്ല. കാരണം ഇവിടെ ആകെപ്പാട് ഒരു കോളേജ്, ഇവിടെ ന്യൂമാൻ കോളേജോ നിർമ്മല കോളേജോ, അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അതിനുള്ള ഫില്ലാണ്, അതിനുള്ള സീറ്റുള്ളൂ, അതിനുള്ള കാര്യങ്ങളും ഉള്ളൂ. അന്നത്തെ വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇപ്പോൾ പുതിയ പോളിസി അനുസരിച്ച്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് കോളേജുകളെല്ലാം യൂണിവേഴ്സിറ്റി ആവുകയാണ്. ഇപ്പം നിലവിലുള്ള 5 യൂണിവേഴ്സിറ്റികളും റിസർച്ച് സെൻറ്ററുകളാവുകയാണ്. അപ്പോൾ അങ്ങനെ ഈ രാജ്യത്തും ഈ കേരളത്തിലുമൊക്കെ അങ്ങനെ ഒരു മാറ്റം വന്നാൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം ഒരു സാർവത്രിക വിദ്യാഭ്യാസമായി നമ്മുടെ ഈ നാട്, ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം വലിയൊരു സമ്പൽ സമൃദ്ധിയുടെ നാടായി മാറും എന്നാണ് എൻ്റെ. ശരിക്കും അന്ന് നമ്മൾ കണ്ട സ്വപ്നം ഇന്നാണ് യാഥാർത്ഥ്യമാവും. യെസ്, തീർച്ചയായിട്ടും. അന്ന് നമുക്കൊരു ഇതുണ്ട്, എന്തായാലും ഒരു കോളേജ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ഈ നാടിൽ കുറച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ ഇതുപോലുള്ള ഈ ഷോർട്ടേജ് നമുക്ക് പരിഹരിക്കാം. പക്ഷേ എനിക്ക് ശങ്കര കോളേജ് കിട്ടി, തിരിച്ച് വീണ്ടും ശങ്കര കോളേജിൽ നിന്ന് നിർമ്മല കോളേജിലേക്ക് വിളിച്ചു, വീണ്ടും അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് TC വാങ്ങിച്ച് ഇവിടെ വന്നപ്പോൾ അച്ഛൻ ഭയങ്കരമായിട്ട് ചൂടായി. നിങ്ങളോട് പറഞ്ഞില്ലല്ലോ TC വാങ്ങിച്ചുകൊണ്ടിരാൻ എന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ചെന്നപ്പോൾ ആ കോളേജിൽ പിന്നെ എനിക്ക് അഡ്മിഷൻ തന്നില്ല. ശങ്കര കോളേജിൽ ഞാൻ രാമൻകർത്ത സാറായിരുന്നു അന്നത്തെ പ്രിൻസിപ്പൽ. D ദാമോദരൻ പോറ്റിയായിരുന്നു ട്രസ്റ്റിൻ്റെ ചെയർമാൻ, ശങ്കര ട്രസ്റ്റിൻ്റെ. എൻ്റെ കസിൻ AC ജോസിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇത് എൻ്റെ കുട്ടിയാണ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ കുട്ടിയെ അവിടെ ചേർക്കണമെന്ന് പറഞ്ഞ് രണ്ടാമത് ദാമോദരൻ പേറ്റി പറഞ്ഞതനുസരിച്ച് മാത്രം ആ കോളേജിൽ എനിക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അങ്ങനെ അവിടെ നിന്നാണ് അടുത്ത സ്ഥലങ്ങളിലേക്ക് ഉയർന്നത്. അപ്പം ആദ്യം നമ്മൾ അവിടെ ചേർന്നു, നിർമ്മല കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, വീണ്ടും അങ്ങോട്ട് പോയി. അപ്പം അത്രയുള്ള ഒരു കഠിനാധ്വാനം, ഒരു അഡ്മിഷൻ കിട്ടാൻ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് ഇത് വല്ല പ്രശ്നമുണ്ടോ? എവിടെ ചെന്നാലും അഡ്മിഷൻ കിട്ടും, ഒരുവിധം ഒക്കെ കിട്ടി. ഇനി ഇത് യൂണിവേഴ്സിറ്റികളായിട്ട് ഉയർത്തുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും സ്വീകരിക്കുന്നുണ്ട്. അത് സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ സാർവത്രിക വിദ്യാഭ്യാസം വന്നാൽ വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ഒരു വലിയ ഒരു കൈമുതലാണ്. അത് ഉള്ളവർ വിജയിക്കും. കയ്യിലൊന്നും വേണ്ട, പൈസ വേണ്ട, വിദ്യാഭ്യാസം ഉണ്ടോ, അറിവുണ്ടെങ്കിൽ അവൻ വിജയിക്കും. അതല്ലേ നമ്മുടെ KR നാരായണനും ഒക്കെ, അവരൊക്കെ അന്ന് പഠിച്ച ആ പഠനത്തിൽ കൂടി അന്ന് ഈ ഇന്ത്യയുടെ പ്രസിഡൻ്റായില്ലേ. അബ്ദുൽ കലാം എവിടെയായിരുന്നു എന്നത് ഒരു സ്ഥലത്തല്ലേ. അങ്ങനെ എല്ലാവരും വലിയ വലിയ സ്ഥലത്തെത്തിയല്ലോ. അപ്പം അങ്ങനെ സ്ഥലത്ത് എത്തണമെങ്കിൽ കൃഷിയോ അല്ലെങ്കിൽ മറ്റൊന്നും, അല്ലെങ്കിൽ കച്ചവടത്തിനൊന്നും അവിടെ വിലയില്ല. വിദ്യാഭ്യാസത്തിൻ്റെ വില അത്ര വലുതാണ് എന്നാണ് എൻ്റെ അനുഭവം ഞാൻ പറയുന്നുള്ളൂ. ഇനി എഡ്യൂക്കേഷൻ സെക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഏറ്റവും സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന കാര്യമാണെന്നുള്ളത്. അപ്പം വിദ്യാഭ്യാസ രംഗത്ത് നമ്മളുടെ ഒരു കാഴ്ചപ്പാട്, തീർച്ചയായിട്ടും അർഹരായ കുട്ടികൾക്ക് അവർക്കൊരു സീറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് തന്നെയാണ്. അപ്പം അങ്ങനത്തെ സാഹചര്യത്തിലാണെങ്കിലും എന്തൊക്കെയാണ് നമ്മൾ ഈ വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുമ്പം ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ മാനസികാരോഗ്യം ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള അവരുടെ കാര്യങ്ങളായിക്കോട്ടെ, എന്തൊക്കെ കാര്യങ്ങളിൽ
അലസർ ഗ്രൂപ്പിന് ഒരു ശ്രദ്ധ ചെലുത്തണം, അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? അത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൊടുക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രിൻസിപ്പൽമാരും അധ്യാപകർക്കും അവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ ബോർഡ് തീരുമാനിക്കുകയും അതുപോലെ തന്നെ അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ഞങ്ങൾ കൂടുതൽ ഇൻ്റർഫിയർ ചെയ്യാതെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽമാർക്കും അധ്യാപകർക്കും അവർക്ക് ഒരു ഫ്രീഡം കൊടുത്തുകൊണ്ട് തീർച്ചയായും നമ്മുടെ കുട്ടികളെ എങ്ങനെ അവരുടെ ഫ്യൂച്ചർ ഡെവലപ്പ് ചെയ്യാം. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് പഴയ കുട്ടികളല്ല. അതിൽ നിന്നെല്ലാം നമ്മളൊക്കെ പഠനകാലത്തുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമല്ല. ഇപ്പോൾ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അപ്പോൾ കുട്ടികളുടെ പഠന രീതികൾക്കെല്ലാം മാറ്റം വരുന്ന കാലഘട്ടം. അവരുടെ എല്ലാ കാര്യങ്ങളിലും പണ്ട് നമ്മൾ പഠിച്ച ഒരു സംഗതിയല്ല. ഇപ്പോൾ നാക് അക്രഡിറ്റേഷൻ വരുന്നു, അതുപോലെ തന്നെ UGC, അതുപോലെ തന്നെ ഓട്ടോണമസ് കോളേജുകൾ എല്ലാം വരുന്ന ഒരു പുതിയ ഒരു കാലഘട്ടത്തിലാണ്. കുട്ടികൾ വിദേശത്തേക്ക് വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ ആ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് അവിടത്തേലും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അവരുടെ ഭാവി, അവരുടെ സ്വഭാവം, ഇവിടെ ഉണ്ടാകുന്ന ഡിസിപ്ലിൻ എങ്ങനെയാണെന്ന് അവരെ നമ്മുടെ വിദ്യാഭ്യാസത്തോടും പഠനത്തോടൊപ്പം പഠ്യേതര വിഷയങ്ങളിലും അവരെ ശ്രദ്ധിക്കാനുള്ള എല്ലാ സംരംഭങ്ങളും നമ്മുടെ ക്യാമ്പസിൽ ഉണ്ടാക്കിയെടുക്കുകയും വേണ്ട രീതിയിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒപ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഫ്രീഡമായി ചിന്തിക്കാനുള്ള ഒരു മനസ്സാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതാണ് ഈ ക്യാമ്പസ്. ഈ ക്യാമ്പസിൽ ഇപ്പോൾ 7500 കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. എല്ലാ കോളേജിലും ക്ലാസ് നടക്കുന്നുണ്ട്. എത്ര സൈലൻ്റാണ് ഒന്ന് നോക്കി. ഇതാണ് ആ ഒരു സൈലൻറ്റിലാണ് ഈ കുട്ടികളെ, അതാണ് പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറം അവരുടെ മനസ്സിനെ നേരെയാക്കാൻ ഒരു വിദ്യാർത്ഥിയെ എങ്ങനെ അവരുടെ കൾച്ചർ കൊണ്ടുപോയി എത്തിക്കാൻ കഴിയും, അവർ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം, അവർ അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, അത് പ്രിൻസിപ്പലിനോട് എങ്ങനെ പെരുമാറണം, മാനേജ്മെൻറ്റിനോട് എങ്ങനെ പെരുമാറണം. പക്ഷേ ഞങ്ങളെല്ലാം ഒരു ഡിസ്റ്റൻറ്റ് റിലേഷൻ കീപ്പ് ചെയ്തേ അവരുടെ അടുത്ത് നിൽക്കാറുള്ളൂ. അപ്പോൾ അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും ഒരു പ്രതിബദ്ധത എന്നുമുണ്ട്. ആ പ്രതിബദ്ധതയിൽ ഊന്നിക്കൊണ്ടാണ് ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അത്ര ഡിസിപ്ലിനും അത്ര നല്ല നിലയിലും പോകാനുള്ള ഒരു മനസ്സവർക്കുണ്ടാകുന്നു. അല്ല, ഞാൻ ഇതിൽ എടുത്ത് ചോദിക്കണം. കാരണം പല പാരൻസും പറയാറുണ്ട് ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഈ 7500 കുട്ടികളെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? കാരണം കുട്ടികൾ ഈ പറയുന്ന പോലെ, നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും 7500 കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ്, 7500 സ്വപ്നങ്ങളുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് ഈസി ആണോ? ശരിക്കും വളരെ ഈസിയാണ്. വളരെ ഈസിയാണ്. എന്താണെന്ന് വെച്ചാൽ അവരോട് നമ്മൾ ഒരുപാട്, ഇന്നത്തെ കുട്ടികൾ പഴയ കുട്ടികളല്ല. ഇന്നത്തെ കുട്ടികൾക്ക് സ്നേഹം കൊടുക്കണം. അവർക്ക് വേണ്ട സ്നേഹവും അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങളും കൊടുത്തുകൊണ്ട് അവരെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാക്കുമ്പോഴാണ് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നതാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത്. തീർച്ചയായും അങ്ങനെയുള്ള ആ നിലയ്ക്ക് നമുക്ക് ചിന്തിക്കാൻ ഓരോ പ്രിൻസിപ്പൽമാരും അധ്യാപകരും അനധ്യാപകരും ഒപ്പം വിദ്യാർത്ഥികളും തയ്യാറാകുന്ന ഒരു സാഹചര്യം എപ്പോഴാണോ അവിടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വലിപ്പവും വിലയും വരുന്നത്. നമ്മളെപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറുതെ ഒരു ക്ലാസ് നടത്തിയത് കൊണ്ട് കാര്യമില്ല, ഒരു വടിയെടുത്ത് അടിച്ചതുകൊണ്ട് കാര്യമില്ല. അവരെ മാറോടണയ്ക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സന്ദർഭമുള്ള ഒരു ക്ലാസ് റൂമുകളാക്കി എടുക്കാൻ ഓരോ അധ്യാപകനും കഴിയണം. അതിന് കഴിയുന്ന തരത്തിലാണ് അലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരളത്തിലെ ഇതുപോലെ കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഈ അങ്ങനെയുള്ളൊരു ക്യാമ്പസിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും 12 കോളേജൊക്കെ ഒറ്റ ക്യാമ്പസിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പല പൊളിറ്റിക്കൽ രാഷ്ട്രീയത്തിന് അതീതമായി, വിഭാഗീയ ചിന്തകൾക്ക് അതീതമായി നമ്മുടെ ക്യാമ്പസ് വരാനുള്ള കാരണം അങ്ങനെയുള്ളൊരു ചിന്തകൾക്കൊന്നും ഈ വിദ്യാഭ്യാസത്തിൽ വിലയില്ല എന്ന് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു തന്ത്രമാണ് ഞങ്ങളുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകരുടെ ഒരു കഴിവ്. ഞങ്ങളുടെ ആരുടെയും വലിപ്പമല്ല, ഇതിനെ നിയന്ത്രിക്കുന്ന പ്രിൻസിപ്പൽമാരും അധ്യാപകരും അനധ്യാപകരുമാണ് ഞങ്ങളുടെ കൈമുതൽ. അതോടൊപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഒപ്പം ഞങ്ങളുടെ രക്ഷകർത്താക്കളും ഇക്കാലം അത്രയും കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത്ര ഉയർച്ച വരാനും ഞങ്ങൾക്കും അതുപോലെ ഇത്
ഇതിനകത്തുള്ള ഈ സോഷ്യൽ സ്റ്റാറ്റസ് നമുക്ക് വന്ന് ചേരുന്നതും അതുകൊണ്ടാണ്. അവർക്ക് ഇങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു ഇതിൽ കൂടി നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ ഓരോ കോഴ്സുകളും ഓരോ കോളേജുകളും പുതിയതായിട്ട് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ പുറകെ ഓടാനോ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടാണ് നയിക്കാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വളരെ ഫ്രീ ആയിട്ട് തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം അതിൻ്റെ കൊണ്ടുപോകും. അല്ല, വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് ഉള്ള കാഴ്ചപ്പാടുകൾ പഴയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിദ്യാർത്ഥി എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന് ആ വിദ്യാർത്ഥിയുടെ മനസ്സ് എവിടെയാണ്? ക്ലാസ് മുറികളിലാണ്. ക്ലാസ് മുറികളിൽ ആ വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ആ ബെഞ്ചിലും ഡെസ്കിലും ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആ വിദ്യാർത്ഥിയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപികയെ അല്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ്സിലേക്ക് കയറി വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന എന്താണോ അതാണ് അവൻ്റെ മനസ്സിൽ അവൻ്റെ ഫ്യൂച്ചറിൽ ഏറ്റവും വലിപ്പമുണ്ടാകുന്നത്. നമ്മുടെ പൂർവികരെല്ലാം ഇന്ന് വലിയ സ്ഥാനങ്ങളിലെത്തുമ്പോൾ ഏറ്റവും മോശപ്പെട്ട ഒരു വിദ്യാർത്ഥി, പഠിക്കാൻ ഏറ്റവും കഴിവ് കുറഞ്ഞ വിദ്യാർത്ഥിയായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും തലപ്പത്തുള്ള സ്ഥലത്തെത്തുന്നത്. ആ വിദ്യാർത്ഥിയുടെ കഴിവ് എന്താണെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. പക്ഷെ അവൻ ഉഴപ്പനായിരിക്കാം. അതുപോലെ വിദ്യാർത്ഥി എന്ന് പറയുന്നത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളെ മാറ്റി ചവിട്ടിക്കളയേണ്ട ഒരു സംഗതിയല്ല, മുറിച്ച് കളയേണ്ടതല്ല. ആ വിദ്യാർത്ഥിയുടെ ഭാവി എന്താണോ അവരുടെ നന്മയാണ് നമ്മുടെ വലിപ്പം. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തെ ഉയർത്തിയെടുക്കുന്നത്. രാജ്യത്ത് ഇന്ന് വിദ്യ അഭ്യസിക്കാത്ത ആർക്കും ഒരു ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ന് നമ്മുടെ കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, വിദേശ രാഷ്ട്രങ്ങൾ പോകുന്നു, എബ്രോഡ് പോകുന്നു. അങ്ങോട്ടൊക്കെ പോയാലും ഒരു ഇംഗ്ലീഷ് ഭാഷയും ഹിന്ദിയും മറ്റ് എല്ലാ ഭാഷകളും ഇൻക്ലൂഡിങ് അറബിക്ക് വരെ പഠിച്ചിട്ട് പോകുന്നവർക്കാണ് ഇന്ന് ഉയർച്ചയുടെ വക്കിലേക്ക് എത്താൻ. പക്ഷേ വിദ്യരായ പലരും വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ വിദ്യാഭ്യാസത്തിലൂടെ പോകുന്നവർക്കാണ് എളുപ്പത്തിലൂടെയുള്ള മാർഗത്തിൽ അവൻ്റെ ലൈഫ് കൊണ്ടുവെത്തിക്കാൻ കഴിയും. വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പം നമുക്കറിയാം അവർ ഏത് കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഉത്തരങ്ങൾ പറയും. അവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം പണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പണ്ട് ഒരു സ്റ്റുഡൻറ്റ് വരുമ്പം ടീച്ചർ എന്ത് പറയുന്നു അത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അത് പഠിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ടീച്ചേഴ്സിനും കൂടുതൽ അറിവുള്ള വിദ്യാർത്ഥികളുണ്ട്. അപ്പം എങ്ങനെയാണ് നമ്മുടെ അധ്യാപകരെ നമ്മൾ അതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കുന്നത്? കാരണം അധ്യാപകർക്ക് പണ്ടത്തെ PGO സെറ്റും നെറ്റൊന്നും പോരാ. നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകൾ അതുപോലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ക്യാമ്പസുകളിൽ സംഘടിപ്പിക്കും. അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണമെന്നുള്ളത് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ കൂടെയാണ് നമുക്ക് സെമിനാറുകൾ ഒക്കെ കണ്ടക്ട് ചെയ്യുന്ന ക്ലാസ്സുകളുള്ള ഏത് വിദ്യാഭ്യാസ സ്ഥാപനമായാലും ആ സ്ഥാപനങ്ങൾക്ക് എല്ലാത്തിനും അതിൻ്റെ ഒരു ഉയർച്ച, ആ കുട്ടികളെ എങ്ങനെ വഴിതിരിച്ച് വിടണം എന്നുള്ളത് ഇതുപോലുള്ള സെമിനാറ് സൈക്കോളജി ക്ലാസ്സുകൾക്കാണ് കഴിയുന്നത്. അപ്പോൾ പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കപ്പുറം അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാവുന്ന, അവരെങ്ങനെ പെരുമാറണം, ഒരാളെ കണ്ടാൽ എങ്ങനെ പ്ലീസ് ചെയ്യണം, ഒരു ഇൻ്റർവ്യൂവിന് ചെന്നു, ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ മിക്കവാറും ചില കുട്ടികളൊക്കെ ചാടി കസേരയിലേക്ക് ഇരിക്കും. ഒരിക്കലും അതല്ല വേണ്ടത് മോനെ, അവരിയ്ക്കാൻ പറയുമ്പോഴേ ഇരിക്കാവൂ. അതിന് ശേഷമാണ് നമ്മുടെ ഓരോ ഇൻ്റർവ്യൂവിലും അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പെർഫോമൻസ് ആൻഡ് ഫീഡ്ബാക്കാണ് ആ ഇൻ്റർവ്യൂവിൽ ഏതാൾക്കും ഉയർച്ച അല്ലെങ്കിൽ ആ ജോലി കിട്ടുന്നത്. അല്ല, ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ പറയും ജോലി നമുക്ക് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഇത്രയധികം കുട്ടികൾ പഠിച്ചിറങ്ങുന്നു, പക്ഷെ അവർക്ക് കൊടുക്കാനായിട്ടുള്ള ജോലി നമ്മുടെ നാട്ടിലില്ല എന്ന്. എന്നാൽ പല ഓൺടർപ്രണേഴ്സിൻ്റെ അടുത്തും ചോദിക്കുമ്പോൾ പറയും ക്വാളിറ്റി ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കിട്ടുന്നില്ല. അപ്പം എങ്ങനെയാണ് അതിനെ ഒന്ന് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? കാരണം ഒരു കുട്ടി പഠിച്ചിറങ്ങുന്നു, അവരുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അവരുടെ അറിവ് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ബിഹേവിയർ ആയിരിക്കാം, അവരുടെ എങ്ങനെയാണ് അവരൊരു കാര്യത്തോട് അഭിമുഖീകരിക്കുന്നത് എന്ന് വെച്ചിട്ടായിരിക്കാം, അങ്ങനെ പല രീതിയിലായിരിക്കാം. അപ്പം ഒരു ഓൺടർപ്രണറെ സംബന്ധിച്ച് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരാളെ കിട്ടണം. എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മൾ ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്യുന്ന സമയത്തും അവർ പറയുന്നൊരു വേർഡ് ഇതുണ്ട്, അതായത് ബുദ്ധിയുള്ള കുട്ടികളെ ഒരുപാട് കിട്ടുന്നുണ്ട്, പക്ഷെ ബോധമുള്ള കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളത്. സോ എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ എങ്ങനെയാണ് അത്തരം കാര്യങ്ങളെ നമ്മളത് ബ്രിഡ്ജ് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും? 60 ക്ലാസ്സുള്ള
ഒരു ഡിവിഷനിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ 60 പേർക്കും കഴിവുണ്ടാകണമെന്നില്ല, ഒരേ കഴിവുണ്ടാവണമെന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കഴിവില്ല. അവരെ പല മേഖലകളായിട്ട് പല തട്ടുകളായിട്ട് തിരിക്കുമ്പോൾ കുറച്ച് പേര് പോകുന്നത് ഒരു സൈഡിലാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഇപ്പോൾ ഒരു യുഗമാണ്. അത് അതേസമയം മെക്കാനിക്കൽ പഠിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, സിവിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജോലി ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ മാറി മാറി വരുന്നു. 4 വർഷം മുമ്പ് സിവിലിനും മെക്കാനിക്കലിനും ഭയങ്കര സ്കോപ്പ് ഉണ്ടായിരുന്നു ജോലിക്ക് പോയാൽ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെ, മാതാപിതാക്കൾ അടിച്ചേൽപ്പിക്കുന്നു, മോനെ നീ ഡോക്ടറാവണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ ഡോക്ടറാകാൻ ആ കുട്ടി പോകാൻ പാടില്ല. കുട്ടിക്ക് തന്നെ ഒരു താല്പര്യം വേണം. ഞാൻ ഡോക്ടറാകണോ, എൻജിനീയർ ആകണോ, വക്കീലാവണോ, അല്ലെങ്കിൽ ഫാർമസി പഠിക്കണം, എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള മുഴുവൻ അവകാശങ്ങളും വിദ്യാർത്ഥിക്ക് കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് വേണം, പക്ഷേ അതൊരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് പോകരുത് എന്നുള്ളത് തീർച്ചയായിട്ടും. ഇനി ഏറ്റവും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണ് ക്യാമ്പസും ലഹരിയും. കാരണം കുട്ടികൾക്ക് ഇപ്പം എന്തും എവിടെയും സുലഭമാണ്, ലോകത്തെ വിരൽത്തുമ്പിൽ കാണുന്നു. അവരുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരളവിലല്ല. അപ്പം എന്നാൽ ഒരു വിഭാഗം കുട്ടികൾ അതിന് പക്ക നല്ല രീതിയിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു, അതിന് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയുന്നു എന്നുള്ളതും ഉണ്ട്. അപ്പം രണ്ട് കൂട്ടരും ഒരേ ക്യാമ്പസിൽ തന്നെ വരുന്നൊരു സിറ്റുവേഷനും കൂടിയാണ്. അപ്പം എങ്ങനെയാണ് ലഹരിയോട് കുട്ടികൾക്ക്, കാരണം നോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അത് എടുക്കാതിരിക്കില്ല, പക്ഷേ പകരം അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവ് കൊടുക്കേണ്ടതായിട്ട് വരും. എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ? അല്ല, അതിന് ഇപ്പോഴുള്ള ഒരു കാലഘട്ടത്തിൽ എല്ലാ വിദ്യാഭ്യാസ ക്യാമ്പസുകളിലും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇതുപോലുള്ള ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ഈ കുട്ടികളിൽ തന്നെയല്ല, അല്ലാത്ത എല്ലാ മേഖലകളിലും ഇപ്പോൾ അതൊരു പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമായി മാറി. അതിന് വിദ്യാർത്ഥികളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്താൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് കുട്ടികൾ മാറും. കുട്ടിക്കൊരു ടീനേജ് പ്രായമുണ്ട്, 16 to 19 അല്ലെങ്കിൽ 20. ആ 16-20 വയസ്സിനിടയ്ക്കുള്ള ആ സമയത്ത് ആ കുട്ടിക്ക് എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനായിട്ട് പോകാനുള്ളൊരു മനസ്സുണ്ട്. ആ മനസ്സിൽ അവൻ ചാടുമ്പോൾ അവനെ നിയന്ത്രിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലപ്പെട്ട മാതാപിതാക്കളും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാം അവനെ വിളിച്ച് വാൺ ചെയ്ത്, മോനെ ഒരാളാരെങ്കിലും എന്തെങ്കിലും ലഹരി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോ ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാർ നമുക്ക് വേണം, പക്ഷേ ഡിസ്റ്റൻറ്റ് റിലേഷൻ കീപ്പ് ചെയ്യണം. കഞ്ചാവോ അല്ലെങ്കിൽ കള്ളോ കഴിക്കാനായിട്ട് പറയണം എന്നൊരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയോട് എൻ്റെ കൂടെ വാ മോനെ, വാ കൂട്ടുകാരാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നോ എന്ന് പറയാൻ ആ വിദ്യാർത്ഥിക്ക് കഴിയും. അങ്ങനെ കഴിഞ്ഞാൽ നമ്മൾ ഒരു മോശമായ ഒരു കാര്യങ്ങളിലും പോകില്ല. ആ നോക്കാണ് വില. അതേസമയം ഒരു മോശമായ ഒരു കാര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നാൽ നമുക്കൊന്ന് അവൻ്റെ കൂടെ ആയിക്കൂടെ എന്ന ഈ ഒരു പ്രാവശ്യം എന്നൊരു ചിന്ത ആ വിദ്യാർത്ഥി മനസ്സിൽ വച്ചാൽ ഒരിക്കലും അയാൾ രക്ഷപ്പെടില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ നമ്മൾ തെരഞ്ഞു പിടിച്ച് അവരെ ബോധവൽക്കരണം നടത്തി മറ്റു കുട്ടികൾ, നല്ല കുട്ടികളെ അതിന് സാമ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കസേരയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയാൽ തീർച്ചയായിട്ടും കുട്ടികൾ മാറും എന്നുള്ളതിന് യാതൊരു. അത് വളരെ വലിയൊരു പോയിന്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ തെറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നീ തെറ്റ് ചെയ്യുന്നു എന്ന് മാറ്റി നിർത്താതെ അവരെ നല്ലവരുടെ കൂടെ ഇരുത്തി നീ ആ തെറ്റ് ചെയ്തത് നമുക്ക് ക്ഷമിച്ച് പുതിയ രീതിയിലോട്ട് പോകാമെന്നുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു കാര്യമാണ്. ഇനി ബാക്ക് ടു ബിസിനസ് അല്ലെങ്കിൽ ബാക്ക് ടു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഡസ്ട്രി, അതിലെല്ലാം നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അത് ആ ഒരു സിസ്റ്റം മാനേജ്മെന്റ്? കാരണം എപ്പോഴും സെൽഫ് ഡ്രിവൺ ആയിട്ട് ഒരു സിസ്റ്റം പോവാന്ന് പറയുമ്പോൾ ഇപ്പൊ ഇത്ര നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ പോലും അവിടെ സിസ്റ്റം റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രശ്നമില്ല. അതിന് ആ സിസ്റ്റത്തിന് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് താഴോട്ട് ഞങ്ങളുടെ ജീവനക്കാർ, പ്രിൻസിപ്പൽമാർ, അധ്യാപകർ ഏത് സ്ഥാപനമായാലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു വിങ് തന്നെയുണ്ട്. അവിടെ മാനേജ്മെൻ്റ് അല്ല അവിടുത്തെ,
മാനേജ്മെൻറ്റ് ഒരു സൈഡിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഹെൽപ്പ് അവർക്ക് ചെയ്തു കൊടുക്കുന്നു, ഫിനാൻഷ്യലായിട്ടും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം. അതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാപനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം സിമ്പിളായിട്ട് തന്നെ നടക്കും. ഒരു ടെൻഷനിലേക്കും പോകുന്നില്ല അങ്ങനെയുള്ളത്. ടെൻഷനിലേക്കൊന്നും പോണില്ല. അല്ല, ടെൻഷൻ എന്തിനാ? ഈ വിദ്യാർത്ഥികളുടെ കൂടെ നടക്കുമ്പോൾ ടെൻഷൻ്റെ ആവശ്യമില്ല. ഈ വിദ്യാർത്ഥികളെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ടെൻഷൻ ആവശ്യമില്ല. അതേസമയം ബിസിനസ് രംഗത്താണെങ്കിൽ ഭയങ്കര ടെൻഷനായിരിക്കും. മനുഷ്യനെപ്പോഴും പല കാര്യങ്ങളിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും. വിദ്യാർത്ഥികളും അധ്യാപകരും പ്രിൻസിപ്പളും മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു കുടുംബം, ആ ഫാമിലിയിൽ ഒരിക്കലും ഒരു പ്രശ്നങ്ങളില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇനി ഫാദറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഫാദർ എങ്ങനെ വന്നാലും നമ്മളുടെ ഒരു റോൾ മോഡൽ തന്നെയായിരിക്കും. അപ്പം ഫാദറിൻ്റെ അടുത്തുനിന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തായിരിക്കും? എൻ്റെ ഫാദർ എന്ന് പറഞ്ഞാൽ 56 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ ആ 56 വയസ്സിൽ മരിച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്മ രോഗിയായിട്ട് വന്നതുകൊണ്ടാണ്. ഒരു ചെറിയ പലചരക്ക് വ്യാപാരിയായിരുന്നു ഞാൻ. ആ പലചരക്ക് വ്യാപാരത്തിൽ സാധാരണ പിതാക്കളുടെ ഫോണാണല്ലോ, ആ ഫോൺ അതിൻ്റെ തുടർച്ചയാണല്ലോ ആ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് കിട്ടുന്നത്. അത് എൻ്റെ സഹോദരനായ KM പരീത്, അതുപോലെ തന്നെ ഞാനും അതിനെ പിന്തുടർന്നുകൊണ്ട് ആ ബിസിനസ് കളയാതെ മുമ്പോട്ട് വന്നു. അതിനുശേഷം ഈ 56 വയസ്സിന് ശേഷം എനിക്ക് 56 വയസ്സിൽ ഫാദർ മരിച്ചതിന് ശേഷം ഈ ബിസിനസ് രംഗത്ത് വരുമ്പോഴും അതിനുശേഷവും എൻ്റെ വലിയൊരു താങ്ങായിരുന്ന എൻ്റെ മാതാവായിരുന്നു. മാതാവ് മരിച്ചത് 96 വയസ്സിലാണ്. ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ശിലയിട്ടത് എൻ്റെ മാതാവ്. ഒരു രാഷ്ട്രീയക്കാരനോ ഒരു മന്ത്രിയോ ഒരു MLA ആരും ഇതിനകത്ത് ശില പാകിയിട്ടില്ല. എല്ലാം എൻ്റെ മാതാവാണ്. ഉമ്മേനെ കുറിച്ച് പറയുമ്പം സ്വാഭാവികമായിട്ട് അതൊരു സംതിങ് സ്പെഷ്യൽ, എവറിത്തിങ് സ്പെഷ്യലാണ് അല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും നല്ലൊരു ഉപദേശം തന്നത് എന്തായിരിക്കും മോനെ? അല്ല, ഉമ്മ ഒരു കരുത്തായിരുന്നു. അതാണ് അത്. ഉപദേശം എന്താണെന്ന് വെച്ചാൽ 1994 ആദ്യം BEd കോളേജ് തുടങ്ങുകയാണ്, HM ട്രെയിനിങ് കോളേജ്. 100 സീറ്റാണ് അന്ന് അനുവദിച്ചത്. 83 കുട്ടികളുമായിട്ടാണ് അന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത രണ്ടാർക്കരയിലാണ് തുടങ്ങിയത്. മൂവാറ്റുപുഴയാണ് എൻ്റെ വീട്. അവിടെ തുടങ്ങുമ്പോൾ 6 കോളേജ് അനുവദിച്ചപ്പോൾ കൊച്ചിൻ നബില കോളേജിന് കോളേജ് കിട്ടിയില്ല എന്നുള്ള നിലയിൽ അവർ കേസ് കൊടുക്കുകയും ഈ അനുവദിച്ച 6 കോളേജുകളും അന്ന് ക്യാൻസൽ ചെയ്തു. ഫസ്റ്റ് കോളേജാണ് ക്യാൻസൽ ചെയ്തത്, ഹൈക്കോടതി. അപ്പോൾ ഈ 83 കുട്ടികളും പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു മാസമായി പഠനം തുറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഫസ്റ്റ് വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ ഈ 83 കുട്ടികൾ, ഞാനാണ് മാനേജർ, ആ കോളേജിൻ്റെ ട്രഷറർ ഞാനാണ്. പിള്ളേർ ഫീസെല്ലാം അടച്ചു. ആദ്യം വിദ്യാഭ്യാസ രംഗത്ത് കടന്നു വന്നിരിക്കുന്നു, പിള്ളേരും ചേർന്നിരിക്കുന്നു. വന്നപ്പോൾ എൻ്റെ മാതാവ് പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ പോയിക്കോ മക്കളെ, ഈ കോളേജിൽ നിങ്ങൾ പഠിക്കും എന്ന ആ മാതാവിൻ്റെ ആ ആത്മധൈര്യമാണ് എനിക്കും ഉണ്ടായ ധൈര്യം. ആ കുട്ടികൾ ആ വർഷം തന്നെ പഠിച്ചു. ഗവൺമെൻറ് ആ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തി. പിറ്റേ വർഷം ആ കുട്ടികൾക്ക് ക്ലിയറായിട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഗവൺമെൻറ്റിൽ നിന്ന് ഓർഡർ വാങ്ങി കോടതി ഉത്തരവ് നമുക്ക് അനുകൂലമായി വന്ന് ആ അമ്മയുടെ ആ പ്രാർത്ഥനയാണ് അതിൽ നിന്നല്ല. അപ്പോൾ വരുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ആ അമ്മയുടെ വാക്കുകളാണ് നമ്മുടെ പ്രചോദനം. ഉമ്മ എന്ന് പറയുമ്പം സ്നേഹം, കരുത്ത്, പല വേർഡ്സ് ഉണ്ട്. സാറിന് ഉമ്മ എന്ന് പറയുമ്പം ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല, എന്നാലും ഉമ്മ എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളൊരു വേർഡ് അല്ല, അത് ഒരു നമ്മുടെ ചിന്ത. ആ പറയുമ്പോൾ എപ്പോഴും മനസ്സ് അങ്ങോട്ട് ഒരു വിനയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ മനസ്സ് ഉമ്മയിൽ നിന്ന് കിട്ടിയതുകൊണ്ട് അത് നമുക്ക് പുലർത്തിപ്പോരാനുള്ളൊരു അവസരം ഇന്നുമുണ്ട്. എല്ലാവരോടും, സാധാരണക്കാരോടും, ഏറ്റവും താഴെയുള്ളവരോടും, ഏറ്റവും വലിയ സമ്പന്നരോടും ഒക്കെ ഒരുപോലെ പെരുമാറാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഉമ്മായും ഒപ്പം എൻ്റെ സഹോദരനായ KM പരീത് സാഹിബുമാണ്. അതാണ് ഞങ്ങളെ ആ നിലയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം ഉമ്മായുടെ ഓരോ വാക്കുകൾ ഞങ്ങൾക്ക് പ്രചോദനം.
എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് കിടക്കുമ്പോൾ ഒരു കോളേജിന് അപേക്ഷ കൊടുത്തു, കിട്ടിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പ്രതിസന്ധികളും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. തീർച്ചയായും. ആ പ്രതിസന്ധികളിലൊക്കെ കൈത്താങ്ങായി നിന്നത് എൻ്റെ മദറാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് മോനെ മുഖത്തൊരു പ്രസാദക്കുറവ് എന്നൊരു ചോദ്യം ഉണ്ടാവും. ഞാൻ ചിരിക്കാതെ ചെന്നാൽ, ചിരിച്ചുകൊണ്ട് ചെന്നാൽ ഇന്ന് എന്തോ ഒരു കാര്യം ഒരു ഗുണകരമാണല്ലോ എന്ന് പറയും. അപ്പോൾ ചിരിക്കാതെ ചെല്ലുന്ന സമയത്ത് മാതാവ് പറയുകയാണ്, അടുത്ത് വന്നിരിക്കും. രാത്രി 12 മണിക്കാണ് ഞാൻ ചെല്ലണമെങ്കിൽ എൻ്റെ റൂം തുറന്നാൽ മാതാവ് അകത്ത് കയറും. മോൻ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും വൈഫെല്ലാം ഭക്ഷണം എടുത്ത് തന്നിരിക്കും. പക്ഷെ എന്നാലും മാതാവ് ഉറങ്ങാതെ ഇരിക്കുക. അതാണ് മാതൃസ്നേഹം എന്ന് പറയുന്നത്. ആ മാതൃസ്നേഹത്തിനാണ് ഏതൊരാളുടെയും വില ഇന്ന് കൊടുക്കേണ്ടത്. അവസാനം കല്ലിട്ടത് മെഡിക്കൽ കോളേജിലാണ്. പ്രതിസന്ധി ഉണ്ടായി. 2018 സുപ്രീം കോടതി ഒരു ബാച്ച് തന്നെ കളഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഉമ്മ പറഞ്ഞു, കല്ലിട്ടിട്ട് ഇത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ഭംഗിയായിട്ട് പോകണു. ഇപ്പോൾ 150 സീറ്റ്സിൽ 5 ബാച്ച് പുറത്തിറങ്ങി. കൂടാതെ 7 PG ക്ലിനിക്കൽ PG ഇപ്പോൾ ഉണ്ട്. 2 9 PG ഈ വർഷം തുടങ്ങുകയാണ്. 7 തുടങ്ങിക്കഴിഞ്ഞു. 2 വർഷം. അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാം വന്നു. അങ്ങനെ ഉമ്മയുടെ കൈ നമുക്ക് ഭയങ്കര ഒരു കരുത്തുള്ള കൈയാണെന്ന് എപ്പോഴും ഉണ്ടായെന്ന് വെച്ചാൽ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ നമ്മൾ പോകുന്ന വഴികൾക്കാണ് അതിൻ്റെ വാല്യൂ. അതുകൊണ്ടാണ് എൻ്റെ എല്ലാ പരിപാടികളിലും എനിക്കങ്ങനെ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. എൻ്റെ ഫോണിൽ ഇപ്പോഴും ആ ഫോണ് ഞാൻ വിളിക്കുമ്പോൾ നോക്കിയാൽ അറിയാം, ഉമ്മയുടെ കൂടെ ഓണത്തിന് തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച ആ ഫോട്ടോയാണ് ഇന്നും ഇട്ടേക്കണേ. എൻ്റെ ഭാര്യയുടെ മക്കളുടെ ഒന്നും ഇട്ടിട്ടില്ല. ഇന്നും അതെടുക്കുമ്പോഴാണ് നമ്മൾ സന്തോഷം. അത് കാണുമ്പോഴും ധൈര്യവും സന്തോഷവും. എന്തെങ്കിലും വിഷമം വരുമ്പോൾ അതൊന്ന് എടുത്ത് നോക്കുമ്പോഴാണ് അപ്പം മാറും. അവിടെയാണ് ഒരു വലിയൊരു അമ്മ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഏതൊരാൾക്കൂട്ടോ ഞാൻ പറഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ കരുത്ത് പകരുന്നവരായിരിക്കും. അമ്മ എന്ത് നമ്മളെന്ത് കുഴപ്പം ചെയ്താലും പോയി അമ്മയെന്നൊക്കെ പറയും ചില പിള്ളേർ, വിദ്യാർത്ഥികൾ. അവരുടെ ടീനേജ് പ്രായത്തിൽ അമ്മ പോയി പണി നോക്കുന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും അമ്മ ഒരിക്കലും വെറുക്കപ്പെടുന്ന ഒരു സംഭവമല്ല. അമ്മ ഇഷ്ടപ്പെടുന്ന, ആ മകളെ ഇഷ്ടപ്പെടുന്ന, എന്തെല്ലാം ചെയ്താലും അമ്മയ്ക്ക് വെറുപ്പില്ല. ജീവിതത്തിൽ അത്രയും അച്ഛൻ അവിടം വരെ എത്തില്ല. അതാണ് എല്ലാ മതങ്ങളും പറയുന്നുണ്ട്, അമ്മ 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 3 പ്രാവശ്യം നമുക്ക് വിളിക്കാതാണ് പറയുന്നത്. അതാണ് അവരുടെ ആ കരുത്ത് ഭയങ്കര. എൻ്റെ അനുഭവമായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ അമ്മയാണ്. അല്ല, അത് എടുത്തു പറയണമല്ലോ. കാരണം മറ്റേത് റിലേഷൻഷിപ്പ് പോലെയല്ല. അമ്മയടുത്ത് എന്തൊക്കെ പറഞ്ഞാലും അമ്മ തിരിച്ചു വരും. കാരണം അത് ആ സ്നേഹത്തിന് അതിരില്ല. ആ സ്നേഹം ഭയങ്കര സ്നേഹമല്ല. അത് അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിനും നമുക്ക് കിട്ടുന്ന പ്രതിഫലം വളരെ വലുതായി. എൻ്റെ വിജയം അവിടെ നിന്നാണ്. അത് ഒറ്റ വാക്കിൽ സാറിൻ്റെ വിജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉമ്മയാണ്. അമ്മയുടെ ഒരു അണ്ടറിലാണ് അവൻ്റെ ലൈഫ് പോകുന്നതെന്ന് ആ വിദ്യാർത്ഥി തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അവൻ വഴി തെറ്റൂല. അവനെ വഴി തെറ്റിക്കാൻ ആരും തുനിയില്ല. അപ്പോഴും അവൻ ഓർക്കണം, എൻ്റെ അമ്മ. ഇന്ന് 60 വയസ്സ് 50 വയസ്സ് കഴിയുമ്പോൾ മാതാക്കളെ വലിച്ചെറിയുന്നൊരു ഒരു പ്രക്രിയയാണ് നമ്മുടെ നാട്ടിൽ. വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നമ്മൾ പറഞ്ഞു നേരത്തെ, അതിലും വലിയൊരു സംഭവമാണ് മാതാവ് വേണ്ട, പിതാവ് വേണ്ട, സഹോദര ബന്ധം വേണ്ട എന്ന് പറയുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 60 വയസ്സ് എത്തിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും എങ്ങനെ അഗതി മന്ദിരത്തിൽ, അനാഥ മന്ദിരത്തിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി അമ്മയും അച്ഛനെയും ഒരു ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഈ പാർപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളിൽ എത്തിക്കാനാണ് ഓരോ മനുഷ്യരും, അത് വിദ്യാസമ്പന്നരായ, പ്രത്യേകിച്ച് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ കൂടി വരിക. അവർ അവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകുന്നു. എന്നിട്ട് ഓസ്ട്രേലിയ, കാനഡ അതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി പഠിക്കും. അവർ പൈസ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് പോകുന്നു. അതൊന്നും നമ്മുടെ നാടിനൊരു ശാപമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉമ്മയൊക്കെ വലിയൊരു അനുഗ്രഹം വേറെ ഇല്ല. അതൊരു വലിയൊരു സംഭവമാണ്. എനിക്ക് എന്നെ ഈ നിലയിലാക്കിയത് എൻ്റെ ഉമ്മയാണ്.
ഉമ്മ എഡ്യൂക്കേറ്റഡ് ആണോ? അല്ല, എന്നിട്ടും വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. അത് അത്ര ബോൾഡായിരുന്നു. 96 വരെ ഇരുന്നല്ലോ, അതാണ് ആ ബോൾഡ് ആയതുകൊണ്ടാണ് 96 വരെ. അല്ല, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഇപ്പം അമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, അതായത് ലേഡീസ്, സ്ത്രീകൾക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു കരുത്ത് പകരാനായിട്ട് സാധിക്കും എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ പുരുഷന്മാരെക്കാളും ചില കാര്യങ്ങളിൽ? തീർച്ചയായിട്ടും അത് നമ്മുടെ ഉയർച്ചയുടെ ബാക്കിൽ ഒരാളുണ്ടാവുന്നു, ഏതാൾക്കും അറിയാമല്ലോ. അതെ, നമ്മൾ ആരാണെങ്കിലും നമുക്കൊരു ഉയർച്ച വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താഴ്ച വരെ ഉയർച്ചയും രണ്ടും വരുമല്ലോ. അതിൽ ഉയർച്ചയുടെ പുറകിൽ തീർച്ചയായിട്ടും എൻ്റെ ഉമ്മയും ഒപ്പം നമ്മുടെ ഭാര്യയും എന്ന് പറയണമല്ലോ. അത് തീർച്ചയായിട്ടും ആ നിലയിലാണ് ആ വൈഫും ആ ഉമ്മയുടെ കാലം കഴിഞ്ഞിട്ടും ഉമ്മ ഉള്ളപ്പോഴും ഒക്കെ അവരുടെ ഒരു കരുത്തുണ്ട്. നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിത്തിരിക്കുന്നു, നമുക്കൊരു കോളേജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറയുകയാണ്, തിരിച്ച് നോ എന്ന് പറയാറില്ല. ഞങ്ങളെടുക്കുന്ന ഏത് തീരുമാനങ്ങൾക്കും ധൈര്യം തരാൻ ഇവരൊക്കെ പിറയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു ബാക്കപ്പ് എന്ന് പറയണത് അവരായിരുന്നു. തീർച്ചയായിട്ടും അതാണ് ആ ബാക്കപ്പിനാ വില. അല്ലാതെ പണത്തിനെന്ത് വില? പണം വേണം, പക്ഷെ പണത്തേക്കാൾ ഉപരി നമ്മുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ഒക്കെ ഒരു കരുത്ത്, ഭാര്യയുടെ കരുത്ത്, സഹോദരങ്ങളുടെ കരുത്തെന്ന് പറഞ്ഞാൽ മറ്റേത് കരുത്തിനേക്കാളും വലിയൊരു കരുത്താണ്. അതൊരു കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു കരുത്തും കൂടിയാണ്. അതെ അതെ, അത് നമുക്ക് കിട്ടുന്നത് വലിയൊരു സമ്പത്തും സ്വത്തുമാണ്. നമുക്ക് എന്തുണ്ടായാലും നമ്മളൊരു അഹങ്കാരിയാകാതിരിക്കുക. നമ്മൾ കരുണയോടെ, സ്നേഹത്തോടെ, വിനയത്തോടെ എന്ന് നമ്മൾ പെരുമാറുന്നോ, നമ്മുടെ ഉയർച്ച എപ്പോഴും ദൂരമായിട്ട് വളരെ സ്പീഡി ലെവലിൽ പോകും. നമ്മളൊന്ന് അഹങ്കാരിയായിക്ക്, നമ്മുടെ ഒരു കരുണയില്ലാത്ത ആളായിക്ക്, നമ്മൾ പ്രജകളോട് നമ്മൾ കാണിക്കുന്ന ഇത് സ്നേഹം, അടുപ്പം, അത് നമുക്ക് ഉറപ്പായിട്ടും തിരിച്ചു കിട്ടും. നമ്മളൊരു നന്മ പ്രവർത്തിക്കുകയും നമ്മളൊരാളെ സഹായിക്കുകയും ചെയ്താൽ 100% എല്ലാവരെയും സഹായിക്കാൻ പറ്റില്ല. ഇനി സഹായിച്ചാൽ തന്നെ എല്ലാവരിൽ നിന്നും നമുക്കതിൻ്റെ ഒരു പ്രതിഫലം കിട്ടും എന്ന് പറയാൻ പറ്റില്ല. അതെ അതെ. പക്ഷേ ആ പ്രതിഫലം കിട്ടാത്ത ആളും നമ്മളെ ഉപദ്രവിക്കേണ്ട ഒരു സാഹചര്യം അയാൾക്കുണ്ടായിപ്പോയാലും നമ്മൾ അയാളോട് വീണ്ടും കരുണ കാണിക്കുക, അയാൾ വെറുക്കാതിരിക്കുക. അത് ദൈവത്തിൻ്റെ ഒരു ഖുറാനിലും ബൈബിളിലും രാമായണത്തിലും എല്ലാം പറയുന്ന ആ ഒരു സ്റ്റേജ് നമ്മൾ ഓർത്തുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. അതല്ലാതെ നമ്മളോട് എന്തെങ്കിലും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ ഉന്മൂലനം ചെയ്യാൻ നോക്കരുത്. അയാളെ നമ്മുടെ മാറോട് അണയ്ക്കാൻ നോക്കണം. അപ്പോൾ അയാൾ നമ്മുടെ നേരെ വരും. കുറേ കഴിയുമ്പോൾ അയാൾക്ക് തോന്നും, ഓ, അദ്ദേഹത്തോട് ഇത് വേണ്ടായിരുന്നു എന്ന് തോന്നും. അങ്ങനെ തോന്നാനുള്ള മരുന്നാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നല്ല ഒരു ജീവിതം നയിക്കണം എന്നുള്ളതാണ്. ഇപ്പം ഇത്ര നേരം സംസാരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഒരു അച്ഛനും അമ്മയും വളരെ ദീർഘവീക്ഷണത്തോടു കൂടെ, വളരെ സ്നേഹത്തോടും കരുണയോടും ഒക്കെ കൂടെ വളർത്തിയ ഒരു മകൻ. കാരണം തീർച്ചയായിട്ടും ആ വാക്കുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ആ അമ്മ എങ്ങനെയാണ് സാറിനെ വളർത്തിയിട്ടുള്ളതെന്ന്. കാരണം മറ്റുള്ളവരോട് കരുണ കാണിക്കണം, നമ്മളോട് ഒരാൾ ഉപദ്രവിച്ചാലും തിരിച്ചവരോടൊരു പ്രതികാരം കാണരുത്. കാരണം ഇതൊരു എഡ്യൂക്കേഷൻ സെക്ടറിൻ്റെ ഒരു ഹെഡ് എന്ന രീതിയിൽ, ഒരു ലീഡർ എന്ന രീതിയിൽ ഈ ഒരു വാക്യം വളരെ അർത്ഥമുണ്ട്. കാരണം ഇന്നത്തെ കാലത്ത് ചെറിയ രീതിയിൽ ഒരു പ്രേമ നൈരാശ്യം വന്നു കഴിഞ്ഞാൽ അവരെ വകവരുത്തുക എന്നുള്ള രീതിയിലോട്ട് നമ്മുടെ ജനറേഷൻ, പല ആളുകളും, എല്ലാവരും എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വിഭാഗം ആളുകൾ അങ്ങനെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മളെ ഉപദ്രവിച്ചാൽ പോലും നമ്മൾ തിരിച്ചൊന്നും ചെയ്യാൻ നിൽക്കരുത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് തീർച്ചയായിട്ടും എന്താ പറയുക, അത് നമ്മളൊന്ന് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. അത് ഫോളോ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടും കൂടിയാണ്. കാരണം നമ്മൾ പറയുന്ന പോലെ എളുപ്പമല്ല ഒരു കാര്യമല്ല. ശരിക്കും സാറിന് ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആദ്യം പലചരക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഓർഫനേജ്, അവരുടെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. തുടങ്ങുന്നത് തന്നെ നമ്മളൊരു ഫെയിലിയറിലായിരുന്നു. അതിനുശേഷം നമ്മൾ ഇത്രയും പടർന്ന് പന്തലിച്ചു. ഇനി എന്താണ് സാറിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത്? ഡീംഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഉയർത്തണം എന്നാണ് നമ്മുടെ ഈ സ്ഥാപനത്തെ. അതാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾ വരുന്നു, അതിനെ കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കണം. സത്യത്തിൽ ഞാൻ ആദ്യം പറയേണ്ടിരുന്നൊരു കാര്യമാണ്, നമ്മുടെ ജീവിതകാലം തുടങ്ങുന്ന അല്ലെങ്കിൽ നമ്മുടെ പിറവി എടുത്തതിന് ശേഷം നമ്മുടെ കേരളം വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുറകിലായിരുന്നു മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്.
അവിടെ കോളേജുകളുടെ എണ്ണം കൂടി, സ്വാശ്രയ കോളേജുകൾ ധാരാളം തമിഴ്നാട്ടിലും കർണാടകത്തിലും ആന്ധ്രയിലൊക്കെ വന്നപ്പോഴും നമ്മുടെ കേരളം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. 94-ലാണ് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. 965 തുടങ്ങി തമിഴ്നാടും കർണാടകവും ആന്ധ്രയും എല്ലാം ചെയ്തു. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ? ഇന്ന് 990-95 കാലഘട്ടത്തിൽ കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ള ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും യൂണിവേഴ്സിറ്റികളായിപ്പോയി, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ. നമ്മുടെ കേരളം ഇന്നേ വരെ ശ്രദ്ധിച്ചിട്ടില്ല. ഒരേ ഒരു യൂണിവേഴ്സിറ്റി, അമൃത യൂണിവേഴ്സിറ്റി. അതെ. എന്താണ്? കോയമ്പത്തൂരിൽ അവർക്ക് ഒരു ബ്രാഞ്ച് ഉള്ളത് കൊണ്ട് കിട്ടി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ ക്യാബിനറ്റിലൊക്കെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നേരത്തെ കൊടുക്കണം. ഇവിടെ വിദ്യാഭ്യാസം സാർവത്രികമാക്കണം. അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനും. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നു. ഇപ്പോൾ 2020-ലാണ് വന്നത്. അപ്പോൾ അതിനകത്ത് BA പോലുള്ള കോഴ്സുകൾക്കെല്ലാം അങ്ങനെയുള്ള എല്ലാ കോഴ്സുകളും മാറിയിട്ട് കൂടുതലായിട്ടും തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ വരുമ്പോൾ 4 വർഷത്തേക്കുള്ള ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആവുകയാണ്. NAC അക്രഡിറ്റേഷൻ ആദ്യം വളരെ ഫോഴ്സ് ചെയ്ത് കൊണ്ട് NACൻ്റെ അക്രഡിറ്റേഷൻ വന്നു. ഇപ്പോൾ അക്രഡിറ്റർ ഓർ നോൺ അക്രഡിറ്റർ എന്നുള്ള നിലയിലേക്ക് വരുവാണ്. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ നമുക്കിവിടെ നിന്ന് മാറിയാൽ വിദേശത്തേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് തടയാൻ തീർച്ചയായിട്ടും പറ്റും. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇനി ഫാമിലിയെ കുറിച്ചിട്ട്, മക്കളെ, നെക്സ്റ്റ് ജനറേഷൻ ഫാമിലി, എൻ്റെ വൈഫ് ഈരാറ്റുപേട്ട സ്വദേശിയാണ്. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 കുട്ടികളാണുള്ളത്. മൂത്ത മകൻ അഡ്വക്കേറ്റ് KM മിജാസ്, ഇവിടെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. എല്ലാം അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ നോക്കുന്നത് അദ്ദേഹമാണ്. മിജാസിൻ്റെ വൈഫ് ആസിയ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞ് ഇവിടുത്തെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ കോളേജിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാണ്. രണ്ടാമത്തെ മോൻ ഇവിടെ നമ്മുടെ കോളേജിൽ തന്നെ ഡോക്ടർ പൈജാസ് BDS കഴിഞ്ഞു. MDSന് ഫൈനൽ ഇയർ കോതമംഗലം മാർ ബസീലിയസ് കോളേജിൽ ഇപ്പോൾ ഫൈനൽ ഇയർ എക്സാമാണ് അടുത്ത മാസം. മൂന്നാമത്തെ മോൻ ഡോക്ടർ റിജാസ് AJ മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞു. അതിനുശേഷം KMCT മെഡിക്കൽ കോളേജിൽ MD കഴിഞ്ഞു. 1 വർഷമായിട്ട് നമ്മുടെ ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മെഡിക്കൽ കോളേജിൻ്റെ ചാർജിലുണ്ട്. ഡോക്ടർ റിജാസിൻ്റെ വൈഫ് ഡോക്ടർ അമീഷ എന്നാണ് പേര്. അമീഷ MBBS കഴിഞ്ഞു. ഇപ്പോൾ നീറ്റ് എഴുതിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു കോളേജിൽ സെലക്ഷൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോകും. തീർച്ചയായിട്ടും. എനിവേസ് ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒറ്റ വാക്കിൽ സക്സസ് സ്റ്റോറി, സാറിൻ്റെ സക്സസ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി സാറിൻ്റെ ഉമ്മ തന്നെയാണ് ആ സക്സസ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് സന്തോഷം. വളരെ എന്താ പറയുക, ഒരുപാട് സന്തോഷം നൽകുന്നൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ആ ഉമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്.